എന്നിട്ട് വേണം നമ്മുടെ ബോഡി എടുക്കാൻ. ഇയാൾ നമുക്ക് കുത്തിയിരുന്ന് വലിച്ച് ചാവാൻ വേണ്ടിയാണ് നമ്മൾ കഷ്ടപ്പെട്ട് റിസ്ക് എടുത്ത് ഈ മീഡിയ അകത്തോട്ട് കടത്തണം. ലാഭം കൊയ്യാൻ വേണ്ടി ചെയ്യുന്ന ബിസിനസ് ആയിട്ട് നീ കാണണ്ട. ഒരു വാമ്പായിട്ട് കൂട്ടിയാൽ മതി. അല്ലെങ്കിൽ ഇവിടെ നിന്ന് തണുത്ത് പറഞ്ഞ് പുറത്തോടുമ്പോ ടച്ച് വിട്ട് കൂട്ടുക. എന്തെങ്കിലും ലീഗാലിറ്റി ഉണ്ടെന്ന് എങ്ങനെ ജീവിക്കും? അത് ശരിയാ. അതാ ഞാൻ പറഞ്ഞത്. ഈ വന്ന ബോളൊക്കെ അവിടെ കൊണ്ട് ഒളിപ്പിക്കും. സേഫ് ആയിട്ട് സ്ഥലമുണ്ട്, കഷത്തിന്റെ വെക്കാം. അതാകുമ്പോ അരികിൽ ചോദിച്ചാൽ പുരി വന്നു പറഞ്ഞാൽ മതി. മണിയാ വേറെ സ്ഥലമുണ്ട്. അല്ല അരികിൽ ചോദിച്ചാൽ ബോളാന്ന് തന്നെ പറയാലോ. മണിയാപ്പോ എന്റെ മണിയാ, നീ ബെഗിലത്തിൽ നിർത്തിയിട്ട് ഒരു വഴി പറ. എവിടെയെങ്കിലും കൊണ്ട് കുടിച്ചിടാന്ന് വെച്ചാൽ എല്ലാം തുമ്പേ ഭാര്യയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. എന്തായാലും മതി കൊടുക്കും. ഒരു കാര്യം ചെയ്യും, നമുക്ക് സ്റ്റോർ റൂമിൽ കൊണ്ടേ കൊടുക്കാം. അവിടെ ചെക്ക് ചെയ്യാൻ പറ്റില്ല. കറി കൂട്ടുക. ഗ്രേവി കൂട്ടിട്ടാ തോണ്ടി വെക്കാണ്ട്. ഇതുപോലത്തെ ഐഡിയാസ് ആണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അല്ലാണ്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ ചുമ്മാ മാണെന്ന് പറയുന്നത് പ്ലീസ്. ഞാൻ ജോലി പോയിട്ട് വരാം. ഇവിടെ കണ്ടിട്ടില്ല. പുതിയ ഉണ്ട് വാട്ട വാട്ട. നീ പുതിയ ആളാണല്ലേ? ചേട്ടന്മാർക്ക് ഒരു പാട്ട് പാടിയാ കേട്ടെ. പാട്ട് പാടാനാണോ? ചന്ത വാങ്ങിത്തരം മൊന്ത ആരാതിന്റെ തന്ത. പാട്ട് പാടി തൊലിഞ്ഞ പാട്ട്. തൊലിഞ്ഞ പാട്ടൊന്നുമല്ല, അതൊക്കെ പുതിയ ട്രാക്കാ. എന്താ വെച്ചാൽ പാട്ട് അതൊക്കെ പോട്ടെ. നിന്റെ പേരെന്താ? അച്ഛന്റെ പേരെന്താ? അല്ല, വെടിയുണ്ടെന്ന് പറഞ്ഞ സ്റ്റേജ് നെയ്മാ. എന്റെ വാസ്തു പതിക്കുന്നത് എന്നാ പിന്നെ വല്ല തൊരപ്പുണ്ടായിരുന്നില്ലേ? അതിനൊരു മാസമില്ലല്ലോ. എത്ര മാസം ഉണ്ട് ഇവിടെ? 9 മാസം. പണ്ടേ നമുക്ക് പണിയാവും. ചേട്ടന്റെ പേര് പണ്ടേതാ? അച്ഛന്റെ പേരുടെ ടെസ്റ്റ് വെച്ചതാ. ടെസ്റ്റ് നീ വന്നടാ. എന്താ നിന്റെ കേസ്? ഓ, വധശ്രമം. അത് ചേട്ടാ എനിക്ക് അബദ്ധം പറ്റിയതാ. ഞാനൊരു ഫാൻ, കണ്ണന്റെ ഫാൻ. ചേട്ടൻ യൂഷ്വലായിട്ട് ഉണ്ണിക്കണ സാറല്ലേ? ഞാൻ പുള്ളിയുടെ കട്ട ഫാനാ. പുള്ളിയുടെ ട്രാക്കും എന്റെ ഒരു മിസ്സിൽ പുതിയതായിട്ട് റിലീസ് ചെയ്യുന്ന കാര്യം ചോദിക്കാൻ വേണ്ടി ഞാൻ പുള്ളിയുടെ കോൺസെപ്റ്റ് പോയി. അങ്ങനെ പുള്ളിയുടെ കേസ് കൊടുക്കുക. ഞാൻ അവിടെ നിന്ന് സാധനം കാണാൻ പഠിച്ച പണി പണിയെടുത്ത് നോക്കി. ഒരു രക്ഷയില്ല, അടുക്കാൻ പറ്റില്ല. അവസാനം എങ്ങനെയൊക്കെയോ ഞാൻ സ്റ്റേജിന്റെ ഫ്രണ്ടിലെത്തി. ഒരു നിവർത്തിയില്ലാതായപ്പോ ഒരു വെള്ള പേപ്പറിൽ എന്റെ ആവശ്യം ഒരു അപേക്ഷ പോലെ എഴുതി അവിടെ ഒരു കല്ലി പോയിട്ട് ഉണ്ണിക്കണ്ണ സാറിന് ഇട്ടു. കല്ലി പോയി പിച്ച് ചെയ്ത് ഉണ്ണിക്കണ്ണ സാറിന്റെ വലത്തെ കല്ലിൽ. അങ്ങനെ ഉണ്ണിക്കണ്ണ സാർ ഒറ്റക്കണ്ണൻ സാറ് ഫേമസ് ആവാനുള്ള എന്റെ ശ്രമം വധശ്രമമായി. അയ്യേ, ഇതൊരു കല്ലേറ് എന്റെ പയ്യ കല്ലേറ് മോനെ. ഇനി ആര് ചോദിച്ചാലും വധശ്രമം പറയാൻ നിൽക്കണ്ട കേട്ടാ. കല്ലേറ് അത് മതി. ആ സാറേ, എന്താ സാറ് ഒറ്റയ്ക്ക് തൂമ്പേക്കിട്ട് വഴിയിട്ട് വന്നെ? പരിചയപ്പെട്ടല്ലോ. ഇനി മേലെ ഇവന്മാരുടെ കൂടെ കണ്ടുപോയി. എന്താ സാർ അങ്ങനെ വേണം? അതെ, പുതിയ കൊലയൊക്കെ വന്നിട്ടാ ഞാനിപ്പോ അല്ലേ അറിയണോ? ഏകദേശം. അന്ന് കുറച്ചൊക്കെ മാറ്റി വെച്ചേക്ക്. ഞാൻ സമയം പോലെ അറിയി തരാം. ആടോ ബൈ ഗൈസ്. എല്ലാരും കണ്ണുപെട്ടി ചെറുപ്പല്ലേ, സമയം എടുക്കും. നമുക്കൊരു കാര്യം ചെയ്യാം. ഗ്യാപ്പ് നോക്കി കണിമണ്ണ സാറിനെ പോയി കണ്ട് സ്റ്റോർ റൂമിന്റെ കീയും കൂട്ടില്ല. എന്റെ പൊന്നുമണിയാ, എല്ലാമാരും കേട്ടോ പ്രാവശ്യം. ഇപ്പോഴത്തെ ഈ വേദന മാറാൻ ഒരാഴ്ചത്തെ കഠിന തടവുകൂടാ വേണ്ടി വരും. എന്നാലും മുണ്ടൊക്കെ ചുമന്നുണ്ട് കേട്ടോ. കുനിയെന്ന് പണിയെടുക്കാൻ പറ്റാത്തതെന്ന് സിനിമ കൊടുക്കും കഴിയുമ്പേ ആലോചിക്കണ. എന്തോ സാറേ, ഞങ്ങൾ ചെയ്യുന്നത് മാത്രമേ തോന്നുന്നു. ആ മണിയും പണ്ട് ഒന്നും ചെയ്യുന്ന സാറിന് കണ്ണിപ്പെടാതെ ഇല്ലേ? അതോ സാറ് കൊളസ്ട്രോൾ കളർ ബ്ലൈൻഡ്നസ് ആയോ? അല്ല സാറേ, ജനം കൊണ്ട് ഇതിപ്പോ സിനിമ അമ്മ ചെയ്തേ. ഓ, അമ്മ എന്തോ ചെയ്യാത്തത് സാറേ. അറിയാൻ നമ്മളൊക്കെ ഡ്യൂട്ടി. ഞങ്ങൾ അന്ന് ഇവിടെ മൊത്തം പട്ടിയെ പോലെ പണിയെടുത്ത് തളർന്ന് ക്ഷീണിച്ച് ഒരു ഗ്ലാസ് ചായ കുടിക്കാൻ വേണ്ടി മെസ്സിപ്പോയി. ഞങ്ങൾ അമ്മയുടെ മര്യാദയ്ക്ക് ചോദിച്ച് കടിയുണ്ട്. അപ്പൊ അമ്മമാര് പറയുക കടി ഉണ്ടായിരുന്നു, ഓയിൽമെന്റ് തെച്ചിപ്പോ മാറിയിരുന്നു. അവന്റെ ഒരു കൊണച്ച കോമഡി. ഇതൊക്കെ ചൊറിഞ്ഞു കയറി എന്റെ കയ്യിൽ തിളച്ച പാടച്ചായ എടുത്താൽ മണ്ണിന് മുഖത്തിന് ദോശ ഒഴിക്കും. എന്നിട്ട് എന്താ ഞാൻ മണ്ണില്ല മാറി തന്നെ കള്ളപ്പന്നി. എന്റെ കഷ്ടകാലം തിളച്ച ചായ
മീശയൊന്ന് തേയിലപ്പൊടി തൂത്തിട്ട് പുള്ളിയുടെ മോണ്ട കയ്യിൽ വെച്ച് ഇതിന്റെ പേരയ്ക്ക് അടിക്കും തലയിൽ കിട്ടിയ താഴെ എന്നിട്ട് സാറിന് അരിക്കാൻ മാറി നിലത്തൂ ഇങ്ങനെ കൂട്ടത്ത് നേരെ ചോറുമിട്ടുണ്ട് അവിടെ ഇങ്ങനെ കുടിച്ച് നിർത്തി ഇവന്റെ മുതുകത്ത് നെല്ല് കുത്തുന്നവരാ സാർ കുത്തിയത് ഇവന്റെ പൊന്നു സാറേ ആ സ്റ്റോറൂമിൽ കൊണ്ട് ഇവന്റെ കരച്ചിന് സാറിന് കേൾക്കണമായിരുന്നു മതി നീ കാര്യം പറഞ്ഞ് സാർ കുത്തിയോ ചവിട്ടി കൂട്ടിയില്ലേ എന്റെ സാറെ സ്റ്റോറൂമിൽ ഇറങ്ങി വന്നപ്പോൾ ഇവന്റെ മുതുകൊന്ന് കാണാൻ അയ്യോ മുഴുത്ത് താഴ്ന്നു വേറെ വിളിച്ചില്ല സാറിന് കാര്യം വരും മെസ്സിച്ചെന്ന് കടി വെച്ച് പോകാനിക്ക് ഇവന്റെ കടി വാഴക്കാർ കിട്ടുന്ന ഇപ്പോഴത്തെ എടുത്ത് ജയിക്കണം ഇവന്റെ മുന്നത്ത് മുണ്ട കണ്ട ഏതോ ഒരു തെരി ഇന്നലെ വരെ ഗുണ്ടകരിന്ന് പേര് കേട്ടാ പേടിച്ച് പോകുന്നതിനൊക്കെ ഗുണ്ടത്തിന് കേട്ടാ ചിരിക്കുക സാറേ ഉള്ള കാര്യം ഞാൻ ഇത് ചുമ്മാ കളിയാക്കാൻ വേണ്ടി മുണ്ടം പരി മുണ്ടം പറ്റും ശർക്കര എന്താണ് നമുക്കത് വേണ്ട എന്നാ പൈസ എല്ലാവർക്കും ഒറ്റയ്ക്ക് വരുന്ന ബേക്കറിയാ അതിനെന്തിനാ എല്ലാം അതാ പറഞ്ഞ എല്ലാവരും അമ്മാറ് വായിന്ന കേസ് അധികം തുടങ്ങി അവന്മാരെ